ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നേ. അതെൻ്റെ വേറെ ആരുമല്ല, എൻ്റെ അനിയത്തി അനുജനും കല്യാണം കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കടല വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കുക്കറിലൊക്കെ വെച്ചു, വെന്തു. കടല പായസം ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ ശർക്കര പാനി കാച്ചാൻ വെച്ചു. പിന്നെ ചിക്കന് വേണ്ടിയിട്ട് ഉള്ളി വരട്ടി, അതിനിടയ്ക്ക് ഇത് ഉണ്ണിയപ്പം ചുടുന്നു. അങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തവണ ഞാൻ ഉണ്ണിയപ്പം ചുട്ടത് അരി പൊടിച്ചിട്ടല്ല, അല്ലെങ്കിൽ അരി വാങ്ങിച്ച് പൊടിക്കും. ഇപ്പം ഞാൻ അരി പൊടിയിലാണ് ചുട്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല കട്ടിയായിട്ട് തോന്നി, പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ടപ്പോൾ ശരിയായി. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പായസമൊക്കെ ഇതേ നല്ല വരട്ടിയല്ലേ നമ്മൾ കടല പായസം വെക്കേണ്ടത്. അങ്ങനെ അത് നല്ല വരണ്ട് വരും കേട്ടോ. പായസം വെക്കാൻ ഇവിടെ അമ്മയാണ് കേമിയെങ്കിലും ഇപ്പോൾ പായസമൊക്കെ എൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഞാനാണ് പായസമൊക്കെ വയ്ക്കുന്നത്. അങ്ങനെ നല്ല സമയം എടുക്കും കടല പായസം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ നിന്നാലേ നമുക്ക് പായസം കിട്ടുള്ളൂ. അതായിരിക്കും ഇപ്പോൾ എല്ലാവരും പാക്കറ്റും ഒക്കെ വാങ്ങിക്കുന്നത്. പായസത്തിൻ്റെ കൂടെ ആയിപ്പോയതുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പായസമൊക്കെ ഏകദേശം ഒരു സൈഡിലായി. ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പിന്നെ പപ്പടം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും. പായസം റെഡി ആയിട്ടുണ്ട്. അതൊന്നും ഉണ്ടാക്കുന്നത് എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് പൈനാപ്പിളും സാലഡും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.